ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഞാനും സൈഷേണ്ണ ആബിക്കുട്ടിനോട് ന്യൂ ഇയർ ദിവസം രാത്രി ഞങ്ങൾ പുറത്തോട്ട് കറങ്ങാൻ പോയതാണ്. അപ്പോൾ ന്യൂ ഇയർ ആകുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ, പുറത്തൊക്കെ നല്ല ലൈറ്റും കാര്യമൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കുളച്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയത്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ആബിക്കുട്ടൻ ഐസ്ക്രീം ആണെന്ന് വാശി പിടിച്ചു. പിന്നെ ഞങ്ങൾ ആദ്യം തന്നെ ഐസ്ക്രീം കഴിക്കാൻ പോവാണ്. അപ്പോൾ സൈഷേണ്ണൻ ചോക്കോബാറും ആബിക്കുട്ടനും കോൺ ഐസ്ക്രീമും ഞാൻ ബോൾ ഐസ്ക്രീമാണ് മേടിച്ചത്. അപ്പോൾ നമ്മൾ കാണാൻ വന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കുടിൽ കാണാൻ വന്നതാണ്. ക്രിസ്മസ് കുടിലാണിത്. ന്യൂ ഇയർ ദിവസവും അത് അങ്ങനെ തന്നെ കാണും. അപ്പോൾ കുടിലാണിത്. കുടിലെന്ന് പറയാൻ പറ്റില്ല, കാരണം 3 നിലയുള്ള കച്ചിലുണ്ട് തീർത്ത വലിയ കൊട്ടാരമാണ് കേട്ടോ. അപ്പോൾ ആ പ്രദേശത്തുള്ളവർ കുടിലെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കയറാൻ ചെന്നപ്പോഴത്തേക്കും ഒടുക്കത്തെ ക്യൂ ആയിരുന്നു കേട്ടോ. അങ്ങ് റോഡും കഴിഞ്ഞ് ക്യൂ നിന്നതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. അതിനകത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യേശുദേവൻ്റെ പ്രതിമകളും ഇസ്രായേലിലെ കഥകളൊക്കെ വെച്ചിട്ടുള്ള ഒരുപാട് പ്രതിമകളൊക്കെ ഉണ്ട്. അത് 3 നിലയായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം തന്നെ ഞാൻ കഴിഞ്ഞ വർഷം ക്രിസ്മസിന് നമ്മൾ നേരത്തെ പോയായിരുന്നു. അപ്പോൾ തിരക്ക് കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് കയറിയ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ വേണമെങ്കിൽ അതിനകത്ത് കാര്യങ്ങളൊക്കെ കാണണം എന്നുള്ളവരാണെങ്കിൽ ആ വീഡിയോ കാണണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ കുടിലിനകത്ത് കയറില്ല, പുറത്തുനിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ തിങ്സൊക്കെ മേടിക്കാനായിട്ട് പോയി. നമ്മൾ അബിക്കുട്ടനെ എവിടെയും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അബിക്കുട്ടനാണെങ്കിൽ കളിപ്പാട്ട കണ്ട ഭയങ്കര നിർബന്ധമാണ്. അതെല്ലാ കൊച്ചുകുട്ടികളും അങ്ങനെ തന്നെയാണ്. പക്ഷേ അവൻ്റെ നിർബന്ധം കാരണം നമ്മൾ എവിടെ പോയാലും ഏതെങ്കിലും ഒരു ചെറിയ സാധനങ്ങൾ അവന് മേടിച്ചു കൊടുക്കാതെ തിരികെ വരാൻ പറ്റത്തില്ല. അങ്ങനെ അവന് എന്ത് വേണമെന്ന് അവനിങ്ങനെ നോക്കി ഇങ്ങനെ സെലക്ട് ചെയ്ത് നടക്കുവാണ്. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഫാൻസി ആയിട്ടൊക്കെ നോക്കി കേട്ടോ. നല്ല കമ്മലിൻ്റെയൊക്കെ നിറയെ കളക്ഷൻസൊക്കെ ഉണ്ട്. നല്ല അടിപൊളി കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മേടിച്ചൊന്നുമില്ല, ഞങ്ങളതൊക്കെ നോക്കി. പിന്നെ ഞങ്ങളവിടെ വെറുതെ കറങ്ങി നടന്ന് കണ്ടു. അപ്പോൾ രാത്രി യാത്ര ചെയ്യാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഈ വിശേഷ ദിവസത്തോടെ ആകുമ്പോൾ ലൈറ്റും കാര്യമൊക്കെ ആകുമ്പോൾ ഒത്തിരി കൂടി അതിന് ഒരു പ്രാധാന്യം കൂടും. അങ്ങനെ ഞങ്ങൾ അബിക്കുട്ടനെ ഒരു കളിപ്പാട്ടം അങ്ങനെ എത്തിച്ചു. അവന് അതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് മേടിച്ചു കൊടുത്തു. പിന്നെ ഫാൻസി മാലകളും ഗിഫ്റ്റുകൾ എല്ലാം നല്ല അടിപൊളി മാലകളായിരുന്നു കേട്ടോ. എനിക്ക് കണ്ടിട്ട് കൊതിയായി. പക്ഷെ നമുക്ക് ഇടാൻ പറ്റിയ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഡാൻസ് പ്രോഗ്രാമിനൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല നല്ല മാലകളുണ്ട്. റേറ്റൊന്നും ഞാൻ ചോദിച്ചില്ല. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ നല്ല ക്ലിപ്പുകളുണ്ടായിരുന്നു, തലയിൽ പിടിച്ചിരുന്ന ക്ലിപ്പുകളൊക്കെ. അതൊക്കെ വെറൈറ്റി ക്ലിപ്പുകളും നിറയെ ഉണ്ടായിരുന്നു. സെലക്ഷനൊക്കെ സൂപ്പറായിരുന്നു. പക്ഷേ ഒടുക്കത്തെ വിലയുമായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റി നടന്നിട്ട് ഞങ്ങൾ തിരികെ പോകാൻ. അപ്പോൾ തന്നെ നോക്കൂ, ക്യൂ കണ്ടില്ലേ? ഇതാണ് ക്യൂ. കുടിലേ കയറാൻ നിൽക്കുന്ന ക്യൂ ആണ്. അപ്പോൾ ഇന്ന് നേരം വെളുത്താലും കുടിലിനകത്ത് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അത്രയ്ക്കും വലിയ ക്യൂ ആയിരുന്നു കേട്ടോ. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ആ ക്യൂ തന്നെ നിങ്ങൾക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ പോകാനൊരു കാരണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ സൈഷേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ഫംഗ്ഷനും കൂടി പോകണം. അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ കറങ്ങിയിട്ടൊക്കെ ഇറങ്ങിയത്. അവിടെ നിന്ന് റോഡിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നല്ല ലൈറ്റും കാര്യമൊക്കെയാണ്. ഇത് നമ്മുടെ ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ അനുബന്ധിച്ച് നല്ല ലൈറ്റും കാര്യമൊക്കെയാണ്. അപ്പോൾ എവിടെ നോക്കിയാലും പള്ളികളുമാണ്, അവിടെ എല്ലാം ലൈറ്റും സെറ്റിംഗ് ഒക്കെയാണ്. നല്ലവണ്ണം കണ്ട് കൊതി തീരത്തില്ല, അത്രയ്ക്ക് നല്ല ലൈറ്റും കാര്യമൊക്കെയാണ്. അപ്പോൾ അബിക്കുട്ടനെ മേടിച്ച് ടോയ്സ് കാണിക്കുകയാണ് കേട്ടോ. അബിക്കുട്ടനെ ഇതിൽ പറയാൻ ഒരു സന്തോഷമില്ല. അങ്ങനെ ഞങ്ങൾ വേഗം ബർത്ത്ഡേ പാർട്ടിക്ക് പോയി ആ ഫംഗ്ഷന് പങ്കെടുത്തു കേട്ടോ. അപ്പോൾ അബിക്കുട്ടൻ ചെന്ന് തന്നെ പോപ്കോൺ മേടിച്ച് കഴിക്കുകയാണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കായിരുന്നു. ഫുഡിൻ്റെ കാര്യം പിന്നെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ഫുഡായിരുന്നു. ഞങ്ങൾ പിന്നെ കഴിക്കാനായിട്ട് ഇരിക്കുവാണ്. ഫുഡിൽ തന്നെ നമുക്ക് ആദ്യം ചെല്ലുമ്പോൾ തന്നെ പൊറോട്ടയാണ് തരുന്നത്. പൊറോട്ടയും പിന്നെ എഗ്ഗ് ഫ്രൈയും ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറി തന്നു. പിന്നെ അതിൻ്റെ കൂടെ അപ്പം ഉണ്ടായിരുന്നു. പിന്നെ പലതരത്തിലുള്ള വെറൈറ്റി പായസങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഏത് കഴിക്കണം എന്ന് തന്നെ കൺഫ്യൂഷനാണ്. പിന്നെ തൈര് സാദം, അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ചു വയറ് നിറഞ്ഞു കേട്ടോ. ഇതെല്ലാം കഴിച്ച് വയറ് നിറഞ്ഞു വന്നപ്പോഴാണ് ലാസ്റ്റ് നമുക്ക് ബിരിയാണി വന്നത്. ബിരിയാണിയും കഴിച്ചപ്പോൾ വരെ ടപ്പേന്നായി. പിന്നെ ഐസ്ക്രീം കൂടെ ആയപ്പോൾ പിന്നെ പറയണ്ട. പിന്നെ ഞങ്ങളവിടെ നിന്ന് ഐസ്ക്രീമും കഴിച്ചിട്ട് കുറേ നേരം അവിടെ നിന്ന് ചുറ്റി നടന്നാൽ കണ്ടിട്ട് ഞങ്ങൾ പോവുകയാണ്. പോയി കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്കും വേറൊരു പള്ളിയുണ്ട്. ആ പള്ളി നല്ല മനോഹരമായിട്ട് ലൈറ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ട് ഒരുക്കിയിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനാണ് കയറിയത്. അപ്പോൾ തന്നെ വലിയ പുൽക്കൂടും അങ്ങനെ സംഭവങ്ങളൊക്കെ കണ്ടു. അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് ഫാമിലി ഇങ്ങനെയാണ് കേട്ടോ. എല്ലാ വർഷവും ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്നത്. ഞങ്ങൾ പുറത്ത് പോവും. ഞങ്ങൾ 3 പേരും പുറത്ത് പോയിട്ട് എല്ലായിടത്തും കറങ്ങും. പിന്നെ അവിടെ സാന്താക്ലോസ് ഉണ്ടായിരുന്നു. സാന്താക്ലോസിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ വർഷത്തെ ന്യൂ ഇയർ അടിച്ചു പൊളിച്ചു വീട്ടിലേക്ക് പോവുകയാണ്.
അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് എന്ന് പറയാൻ വരട്ടെ. കാരണം ഞങ്ങൾ അവിടുന്ന് തിരിച്ചപ്പോൾ തന്നെ ഒരു 8:30 ആയി രാത്രി. അപ്പോൾ അമ്മ ഇറങ്ങാൻ നേരത്തെ തന്നെ അമ്മ പറഞ്ഞത് നേരത്തെ വരണമെന്ന്. കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങളെ വീടിനടുത്തൊരു പള്ളിയിൽ നിന്ന് ഭജന വീട്ടിലേക്ക് വരും കേട്ടോ. എല്ലാ വീടുകളിലും വരും, അത് എല്ലാ വർഷവും വരുന്നതാണ്. അപ്പോൾ 9 മണിയൊക്കെ ആകുമ്പോഴാണ് ഭജന അവിടെ എത്താറ് ഞങ്ങളെ വീടിൻ്റെ അടുത്തൊക്കെ. അപ്പോൾ പെട്ടെന്ന് തന്നെ വരണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ സ്പീഡിന് പോവുകയാണ് കേട്ടോ. പോയി വീടിനടുത്തെത്തിയതും ഭജന വന്ന് കഴിഞ്ഞിരുന്നു. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമ്മൾ വീട്ടിൽ വിളക്ക് കത്തിച്ചിട്ട് ഭജന വരവേൽക്കണം. അപ്പം നമ്മളെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും വീട്ടിൽ ഭജന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓടിച്ചെന്ന് കണ്ടു, കഥയൊക്കെ തുറന്ന് ലൈറ്റൊക്കെ ഇട്ടു, സ്വാമിയെ കണ്ട് തൊഴുതു. അപ്പോൾ അബിക്കുട്ടി ചെവി പൊത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ വെടി വെട്ടിക്കും കേട്ടോ. അതിൻ്റെ സൗണ്ട് കേൾക്കാതിരിക്കുമ്പോൾ ചെവി പൊത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഭജന കണ്ടിട്ട് നമ്മൾ പള്ളിയിലേക്ക് സംഭാവനയൊക്കെ കൊടുക്കണം. അങ്ങനെ സ്വാമിയെ തൊഴുതു, ഭജനയും പോയി. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നിർത്തുന്നു. ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ ഇത് എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ബ്ലോഗ് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ. പിന്നെ ആ ഭജന പോകാൻ നേരത്ത് അവിടെ ആ ലൈറ്റ് കംപ്ലൈൻ്റായി. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വെച്ചാണ് ആ ലൈറ്റ് ശരിയാക്കിയത് കേട്ടോ. അങ്ങനെ ഒരു എല്ലാം കഴിഞ്ഞു. ഇന്നത്തെ വർഷം അടിച്ചു പൊളിച്ചു. അങ്ങനെ അവരവിടെ നിന്ന് യാത്രയായി. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.